വിഴിഞ്ഞം പദ്ധതിയുമായി മുന്നോട്ടു പോകുമെന്നും പദ്ധതിയിൽ ആശങ്ക വേണ്ടെന്നും അദാനി പോർട്ട് സിഇഒ കരൺ അദാനി നിശ്ചിത സമയത്ത് തന്നെ പദ്ധതി പൂർത്തിയാക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ, തുറമുഖ മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ എന്നിവരുമായി കരൺ കൂടിക്കാഴ്ച നടത്തി. പദ്ധതിയിൽ മുൻ സമീപനം തുടർന്ന് മുന്നോട്ടു പോകുമെന്ന് മന്ത്രി വ്യക്തമാക്കി. വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ടുയരുന്ന ആശങ്കകൾക്ക് വിരാമമിട്ടുകൊണ്ടാണ് അദാനി ഗ്രൂപ്പ് സിഇഒ കരൺ അദാനി മുഖ്യമന്ത്രി പിണറായി വിജയൻ, തുറമുഖ വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തിയത്. പിണറായി സർക്കാർ അധികാരമേറ്റ ശേഷം അദാനി ഗ്രൂപ്പുമായി നടത്തിയ ആദ്യ കൂടിക്കാഴ്ച കൂടിയായിരുന്നു ഇത്. പദ്ധതിയുമായി മുന്നോട്ടു പോകുമെന്നും ആർക്കും ഇതിൽ ആശങ്ക വേണ്ടെന്നും കരൺ അദാനി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം വ്യക്തമാക്കി. I had a good discussion with CM, Honorable CM, and there was no discussion. It was more to assure that we are there in Vizinjam and we are going to continue in Vizinjam and we will complete the project as per what we have originally committed to the state. പുതിയ സർക്കാർ തങ്ങൾക്ക് വലിയ പിന്തുണ നൽകുന്നുണ്ടെന്നും കരൺ അദാനി വ്യക്തമാക്കി. 1000 ദിവസം കൊണ്ട് തന്നെ പദ്ധതി പൂർത്തിയാക്കുമെന്നതിൽ സംശയമില്ല. നിലവിൽ വിഴിഞ്ഞം പദ്ധതിയുടെ കരാറിൽ ഇതുവരെ മാറ്റമുണ്ടായിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. കുളച്ചിൽ തുറമുഖ പദ്ധതി ഏറ്റെടുക്കാൻ ഉദ്ദേശമില്ലെന്നും കരൺ വ്യക്തമാക്കി. അതേസമയം മുൻ സമീപനത്തിൽ നിന്നുകൊണ്ട് തന്നെ സർക്കാർ വിഴിഞ്ഞം പദ്ധതിയിൽ മുന്നോട്ടു പോകുമെന്ന് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു. ഇപ്പോഴത്തെ കൂടിക്കാഴ്ച സൗഹാർദ്ദപരമായിരുന്നുവെന്നും പദ്ധതിയിൽ തുടർ ചർച്ചകൾ നടക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഇന്ത്യയുടെ സ്വതന്ത്ര വിദേശ നയത്തിന് തുരങ്കം വയ്ക്കുന്നതാണ് മോഡിയുടെ അമേരിക്കൻ സന്ദർശന വേളയിലെ ഇന്തോ-US സംയുക്ത പ്രസ്താവനയെന്ന് CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. മോഡി സർക്കാരിന്റെ 2 വർഷത്തെ ഭരണം നിരാശാജനകമാണെന്നും യെച്ചൂരി പറഞ്ഞു. ചരക്ക് സേവന നികുതി ബില്ലിന്റെ കാര്യത്തിൽ പാർട്ടി നിലപാടിൽ മാറ്റമില്ലെന്നും CPIM ജനറൽ സെക്രട്ടറി വ്യക്തമാക്കി. മോഡി സർക്കാരിന്റെ 2 വർഷത്തെ പ്രവർത്തനം വിലയിരുത്തിക്കൊണ്ട് CPIM പുറത്തിറക്കിയ 2 സാൽ ജനതാ ബേഹാൽ എന്ന പുസ്തകം പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സീതാറാം യെച്ചൂരി. വർഗീയ ധ്രുവീകരണം ശക്തമായ 2 വർഷമാണ് കടന്നുപോയതെന്ന് യെച്ചൂരി പറഞ്ഞു. തിരഞ്ഞെടുക്കപ്പെട്ട സംസ്ഥാന സർക്കാരുകളെ അട്ടിമറിച്ച് അധികാരം പിടിക്കാനാണ് മോഡി സർക്കാർ ശ്രമിക്കുന്നത്. ഇതിനുള്ള ഉദാഹരണമാണ് ഉത്തരാഖണ്ഡ് നിയമസഭ പിരിച്ചുവിട്ട നടപടി. പാർലമെന്റിന് പോലും വില നൽകാതെ തന്നിഷ്ടപ്രകാരമാണ് പ്രധാനമന്ത്രി പ്രവർത്തിക്കുന്നത്. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, സ്കൂളുകളിലെ ഉച്ചക്കഞ്ഞി പദ്ധതി പോലും മോഡി സർക്കാർ അട്ടിമറിച്ചു. മോഡിയുടെ അമേരിക്കൻ സന്ദർശന വേളയിലെ ഇന്തോ-US സംയുക്ത പ്രസ്താവനയുടെ ഉള്ളടക്കം ഇന്ത്യയുടെ സ്വതന്ത്ര വിദേശ നയത്തിന് തുരങ്കം വയ്ക്കുന്നതാണെന്നും യെച്ചൂരി പറഞ്ഞു. ചരക്ക് സേവന നികുതി സംബന്ധിച്ച് പാർട്ടി നിലപാടിൽ മാറ്റമില്ല. ബില്ലിലെ ചില നിർദ്ദേശങ്ങളെക്കുറിച്ചുള്ള ആശങ്കകൾ സർവകക്ഷി യോഗം വിളിച്ച് പരിഹരിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാവുകയാണ് വേണ്ടതെന്നും യെച്ചൂരി ആവശ്യപ്പെട്ടു. Why has the Modi government abandoned the age-old practice in India, Indian parliamentary democracy, of convening an all-party meeting on important legislations? വിവിധ മേഖലകളിലെ മോഡി സർക്കാരിന്റെ പ്രവർത്തനങ്ങളെയാണ് പുസ്തകത്തിൽ വിലയിരുത്തുന്നത്. പുസ്തക പ്രകാശന ചടങ്ങിൽ CPIM പോളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ടും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ദില്ലി. നമുക്ക് വീട്ടിൽ തന്നെ കൃഷി ചെയ്യാൻ സാധിക്കുന്ന പച്ചക്കറിയാണ് തക്കാളി. ചെടിച്ചട്ടികളിലും ചാക്കുകളിലും ഗ്രോ ബാഗുകളിലും തക്കാളി കൃഷി ചെയ്യാം. തക്കാളി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മാസം കൂടിയാണിത്. അതുകൊണ്ട് തന്നെ തക്കാളി കൃഷിയിൽ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയെന്ന് ഒന്ന് നോക്കാം. അല്പം ശ്രദ്ധ വെച്ചാൽ പറമ്പിലും മുറ്റത്തുമെല്ലാം തക്കാളി കൃഷി ചെയ്യാം. ജൂൺ നവംബർ മാസങ്ങളാണ് തക്കാളി കൃഷിക്ക് ഏറ്റവും അനുയോജ്യം. വിത്ത് പാകി മുളപ്പിച്ച് നട്ടാണ് കൃഷി നടത്തേണ്ടത്. മികച്ച ഇനം വിത്തുകൾ വേണം കൃഷിക്കായി തിരഞ്ഞെടുക്കാൻ. ശക്തി, മുക്തി, അനക്ഷ എന്നീ ഇനങ്ങളിൽപ്പെട്ട തക്കാളിയാണ് കൃഷി ചെയ്യാൻ നല്ലത്. നല്ല നീർവാഴ്ചയും വളക്കൂറുള്ളതും മണലും കളിമണ്ണും കലർന്ന മണ്ണാണ് തക്കാളി കൃഷി ചെയ്യാൻ ഏറ്റവും അനുയോജ്യം. പുളിരസമുള്ള മണ്ണിൽ വളരുന്ന തക്കാളിയിൽ ബാക്ടീരിയ മൂലമുണ്ടാകുന്ന വാട്ടം പിടിപെടാൻ സാധ്യത കൂടുതലാണ്. തൈകൾ തമ്മിൽ 60 സെന്റിമീറ്റർ അകലം വേണം. തൈകൾ നട്ട് 1 മാസം കഴിഞ്ഞ് ചാണകപ്പൊടി, കപ്പലണ്ടി പിണ്ണാക്ക് എന്നിവ വളമായി നൽകാം. തക്കാളി ചെടികളെ ബാധിക്കുന്ന പ്രധാന രോഗങ്ങൾ ബാക്ടീരിയ കൊണ്ടുണ്ടാകുന്ന വാട്ടം, ഇലപ്പുള്ളി രോഗം, പുഴുക്കൾ എന്നിവയാണ്. ഇതിനെ പ്രതിരോധിക്കാൻ വിത്ത് പാകുമ്പോഴും തൈകൾ നടുമ്പോഴും കുമ്മായം വിതറുന്നതും നല്ലതാണ്. ന്യൂസ് ഡെസ്ക്. ലീക്കോ അവരുടെ സെക്കൻഡ് ജനറേഷൻ സ്മാർട്ട് ഫോൺ പുറത്തിറക്കി.
ലീ 2, ലീ മാക്സ് 2 എന്നിവയാണ് പുതിയ മോഡലുകൾ. ഇക്കഴിഞ്ഞ ഏപ്രിലിലാണ് ലീ 2ഉം ലിമാക്സ് 2ഉം ചൈനയിൽ പുറത്തിറക്കിയത്. രണ്ട് മോഡലും ആൻഡ്രോയിഡ് 6.0 മാർഷ്മാലോയിലാണ് പ്രവർത്തിക്കുന്നത്. ലീ 2വിൽ 5.5 ഇഞ്ച് HD ഡിസ്പ്ലേയാണുള്ളത്. 16 മെഗാപിക്സലാണ് പിൻ ക്യാമറ. മുൻ ക്യാമറ 8 മെഗാപിക്സലും 3000 mAh ആണ് ബാറ്ററി ലൈഫ്. ലീ 2 മാക്സിൽ 5.7 ഇഞ്ച് QHD ഡിസ്പ്ലേയാണുള്ളത്. പിൻ ക്യാമറ 21 മെഗാപിക്സലും മുൻ ക്യാമറ 8 മെഗാപിക്സലുമാണ്. 3100 mAh ആണ് ബാറ്ററി ലൈഫ്. 11,999 രൂപയാണ് ലീ 2വിന്റെ വില. ലിമാക്സ് 2വിന് 22,999 രൂപയും. ഫ്ലിപ്കാർട്ട് വഴിയും ലിമാൽഡ്.com വഴിയും ഫോൺ ലഭിക്കും. ചൈന വിപണിയിൽ മികച്ച പ്രതികരണമായിരുന്നു ഫോണിന് ലഭിച്ചത്. ഇന്ത്യയിലും വലിയ രീതിയിൽ ലേക്കോലെ സ്മാർട്ട് ഫോണുകൾ വിറ്റഴിക്കാനാണ് ഉദ്ദേശം. ന്യൂസ് ഡെസ്ക്.